ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്തായാലും ഡോക്ടർ സമദ് ഫൈസി ഒന്ന് കാണണം. ഞാൻ വിളിച്ചു പറയാം. ഇവിടുത്തെ കാർഡിയോ ചീഫാ. ഓ ശരി. ഞാൻ കുറച്ച് ടെസ്റ്റുകൾ എഴുതി തരാം. ഈ തലവേദനയാ ഡോക്ടർ എനിക്ക് തീരെ പറ്റാത്ത. ആക്സിഡന്റ് സംഭവിക്കുന്നതിന് മുമ്പുള്ള കാര്യങ്ങളൊന്നും സമൃദ്ധയ്ക്ക് ഓർക്കാൻ കഴിയുന്നില്ലേ? ഇല്ല ഡോക്ടർ. അമ്മയും ഗോകുലും പറയുന്ന പല കാര്യങ്ങളും എനിക്ക് പുതിയതായിട്ടാ തോന്നുന്നത്. എന്തെങ്കിലും ഞാൻ ഓർക്കാൻ ശ്രമിക്കുമ്പോഴാ എനിക്ക് തലവേദന കൂടുന്നത്. കറക്റ്റ്. നമ്മുടെ മെമ്മറി ഒരു പ്രത്യേക പോയിന്റിൽ ബ്ലോക്കായി നിൽക്കുക. അവിടുന്ന് ഭൂതകാലത്തെ തൊടാൻ ശ്രമിക്കുമ്പോൾ ഇതുപോലുള്ള തലവേദന ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അല്ല, അതൊന്നും ഓർമ്മയില്ലെന്ന് പറഞ്ഞല്ലോ. അന്നാ ഗുരുവായൂർക്ക് പോയ യാത്രയെങ്കിലും ഓർമ്മിക്കാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല ഡോക്ടർ, എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ല. എനിവേ, നമുക്ക് ആദ്യം കുറച്ച് ടെസ്റ്റുകളൊക്കെ ഒന്ന് എടുത്തു നോക്കാം. പോയ മെമ്മറി തിരിച്ചു പിടിക്കാൻ എന്ത് ട്രീറ്റ്മെന്റ് വേണമെന്ന് നമുക്ക് പിന്നീട് ആലോചിക്കാം. MRI കഴിഞ്ഞാൽ ഉടൻ തന്നെ എന്നെ ഇൻഫോം ചെയ്യണം. ഓക്കെ ഡോക്ടർ. എന്തായാലും MRI കഴിയട്ടെ. ഈ തലവേദന ഒന്ന് പിടിച്ചു കെട്ടാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ശരി ഡോക്ടർ. താങ്ക് യു ഡോക്ടർ. ശരി, ഓക്കെ. സിസ്റ്റർ, ഇപ്പൊ എങ്ങനെയുണ്ട്? ആരെന്നെ ഇവിടെ കൊണ്ടുവന്നത്? ആരാണെന്നറിയില്ല. ഒരു ഭാര്യയും ഭർത്താവും കൂടിയാ. നിങ്ങൾ എവിടെയോ വഴിയിൽ ബോധം കെട്ട് കിടക്കുമായിരുന്നെന്നാ അവര് പറഞ്ഞത്. എന്നിട്ട് അവരെവിടെ? അറിയില്ല, പോയെന്നാ തോന്നുന്നേ. സിസ്റ്റർ, എന്റെ മൊബൈല് ദാ അവിടെ ഇരിപ്പുണ്ട്. അതൊന്നും എടുത്തു തരാമോ? എന്റെ വൈഫിനെ ഒന്ന് വിളിച്ച് വരാൻ അറിയിക്കാനാ. ദാ ഹലോ. കുറച്ചു നേരം റെസ്റ്റ് എടുത്തപ്പോ ഒരു ആശ്വാസമായി അല്ലേ? ഇപ്പോ തലവേദന അല്പം കുറവുണ്ട്. സ്കാനിങ്ങില് വേറെ പ്രോബ്ലം ഒന്നും ഇല്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. എന്നാ നമുക്ക് വേഗം പോവാം. അല്ല, നമുക്ക് അയാളെ ഒന്ന് കണ്ടിട്ട് പോയാലോ? അയാൾക്ക് ബോധം വന്നോ ഇല്ലയോ ഒന്നും നമ്മൾ അറിഞ്ഞില്ലല്ലോ. അത് ഞാനങ്ങ് മറന്നുപോയി. വാ. ഈ ബില്ല് ഉടനെ അടക്കണം. ഇപ്പൊ തന്നെ അടക്കണം. അമ്മയോ? സംസാരിച്ചോ? എന്തായെന്ന് അറിയാൻ വിളിക്കുന്നതാ. സംസാരിച്ചോടൂ. ഹലോ അമ്മ. ഞങ്ങള് ഡോക്ടറെ കണ്ടു. ഹലോ, ഇപ്പൊ എങ്ങനെയുണ്ട്?
എന്താ നോക്കുന്നേ? മനസ്സിലായില്ലല്ലേ? എന്നെ ഇവിടെ കൊണ്ടുവന്നത് സാറാണല്ലേ? അതെ. റോഡിൽ തല കറങ്ങി വീണത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പണം തന്നാ ഞാൻ ബില്ലടച്ചിട്ട് വരാം. എന്താ പണം ഇല്ലേ? എൻ്റെ പേഴ്സ് എവിടെയോ വീണുപോയി, അത് കാണാനില്ല. അത് നന്നായി. ഇനിയിപ്പോ എന്ത് ചെയ്യും? പെട്ടെന്ന് പണം അടച്ചേ പറ്റൂ. ആ ബില്ലിങ് തരുമോ? വേണ്ട, കുറച്ച് കഴിയുമ്പോൾ വീട്ടിൽ നിന്ന് ആള് വരും. അവര് വന്നോട്ടെ. ഇങ്ങി തന്നെ. ആ, ഇതൊരു ചെറിയ തുകയല്ലേ, ഇത് ഞാൻ അടച്ചോളാം. അയ്യോ വേണ്ട. അത് സാരമില്ല, ഇപ്പൊ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല, താങ്ക്സ്. എങ്കിൽ നമുക്ക് കാണാം. ആ, റെസ്റ്റ് എടുത്തോ. ശരി അമ്മ, വിളിക്കാം. ആ, അദ്ദേഹത്തിന് എങ്ങനെയുണ്ട്? ഹീസ് ഓക്കെ. നമുക്ക് പോവാം. ആ. പോകാം. വാ. ദാ ബില്ല്. സിസ്റ്റർ, കാഷ്വാലിറ്റി. ദാ മുറിയില. വാ. അനുപേട്ട, എന്താ പറ്റിയേ? പേടിക്കണ്ട, എനിക്കൊന്നുമില്ല. എന്താ പറ്റിയെന്ന് പറ. ആരാ അയാള്? അറിയില്ല, പേര് ചോദിക്കാൻ മറന്നുപോയി. അയാളുടെ ഭാര്യയും കൂടെ ഉണ്ടായിരുന്നെന്ന് നേഴ്സ് പറഞ്ഞു. എന്നാലും 15,000 രൂപയൊക്കെ ആരെങ്കിലും വെറുതെ വന്ന് അങ്ങനെ അടച്ചിട്ട് പോവോ? എന്നാലും ആരായിരിക്കും അത്?